ബിഗ് ബോസ് മലയാളം 7ാം സീസൺ മുന്നോട്ട് പോകവേ മത്സരാർത്ഥികൾ തമ്മിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കാണ്. അനുമോളും ജിസയിലും തമ്മിൽ ഇന്ന് ചായയുടെ പേരിലാണ് വഴക്കുണ്ടായത്. അനുമോളുടെ ചായ നല്ലതാണെന്ന് ബിൻസിയുടെ അഭിപ്രായം കേട്ടപ്പോൾ എനിക്ക് അനുവിന്റെ ചായ ഇഷ്ടമല്ല എന്നും എനിക്ക് എന്റെ ചായ വേണമെന്നാണ് ജിസയിൽ പറഞ്ഞത്. ഇത് അനുമോൾക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്റെ ചായ നല്ലതാണെന്ന് ഇവിടെ എല്ലാവരും പറഞ്ഞെന്ന് അനുമോളും മറുപടി നൽകി. എന്നോടും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ജിസയിലും പറഞ്ഞു. അതിന്റെ പേരിൽ അനുമോളും ജിസയിലും തമ്മിൽ വഴക്കുമായി. രണ്ടുപേരും ചായ സ്റ്റൗവിലും വെച്ചിട്ടുണ്ട്. ജിസേലിന്റെ ചായ തിളച്ച് ഓഫ് ചെയ്യൂ എന്ന് അനുമോളും പറഞ്ഞു. എന്റെ ചായ തിളച്ചില്ല എന്ന് ജിസയിലും തിരിച്ചു മറുപടി. ഇതോടെ അനുമോള് ഗ്യാസ് ഓഫ് ചെയ്തു. ഇതിന്റെ പേരിൽ രണ്ടുപേരും തമ്മിൽ വഴക്കും നടന്നു. ഇതിനിടെ അഭിശ്രീ കയറി ഇടപെട്ടതും രണ്ടുപേർക്ക് കളിക്കാനുള്ളതല്ല ഇതെന്ന് പറഞ്ഞ് അഭിശ്രീ ബഹളവും വെച്ചു. എന്നാൽ സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് അഭിശ്രീ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കുകയാണെന്നും അനാവശ്യമായിട്ട് ദേഷ്യപ്പെടുന്നു എന്നുള്ള വിമർശനങ്ങളുമുണ്ട്. അപ്പാനി ശരത്തും സമാന വിമർശനം നേരിടുന്ന മറ്റൊരാളാണ്. അനീഷ് എന്ത് പറഞ്ഞാലും അപ്പാനി ശരത്ത് തിരിച്ചു ദേഷ്യപ്പെടുന്നു. ഇത് പ്രേക്ഷകർക്ക് അലസരവുമായി. ഇന്നത്തെ എപ്പിസോഡിൽ ഒന്നിലേറെ തവണ അപ്പാനി ശരത്ത് അനീഷിനോട് ദേഷ്യപ്പെട്ടു. അപ്പാനി ശരത്തിന്റെ ദേഷ്യവും ബഹളവും വെക്കലും നടന് ഷോയില് ദോഷം ചെയ്തിക്കുമെന്നുള്ള അഭിപ്രായങ്ങളും വരുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ രേണു സുധിയുടെ പെരുമാറ്റങ്ങളും ചർച്ചയാകുന്നുമുണ്ട്. ഹൗസിൽ പലരും പരസ്പരം സൗഹൃദത്തിലാകാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങിയെങ്കിലും രേണു ഇതിലൊന്നും വലിയ താല്പര്യം കാണിക്കുന്നില്ല. അതേസമയം തനിക്കെതിരെ സംസാരിച്ചാൽ ശക്തമായിട്ട് പ്രതികരിക്കുന്നുമുണ്ട്. ആദിലയും നൂറയും പതിഞ്ഞ മട്ടിലാണ് ഹൗസിൽ മുന്നോട്ട് പോകുന്നത്. ആദില ഉത്സാഹക്കുറവ് കാണിക്കുന്നത് നൂറ ഇരുവരും സംസാരിക്കുന്നതിനിടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ആക്റ്റീവായി നിൽക്കുന്നവർ പക്ഷെ ചെറിയ കാര്യങ്ങൾ പോലും വഴക്കിടുന്നു എന്ന് പ്രേക്ഷകർക്ക് അഭിപ്രായങ്ങളുണ്ട്. പ്രത്യേകിച്ച് അനീഷ്, അപ്പാനി ശരത്ത്, അഭിശ്രീ, ഷാനവാസ് തുടങ്ങിയവരുണ്ടാക്കുന്ന ഈ ഒരു വഴക്ക് പ്രേക്ഷകർക്ക് വരും ദിവസങ്ങളിൽ അലോസരകമായിട്ട് തോന്നാനും സാധ്യതയുണ്ട്. നിലവിൽ ജിസയിലും ബിന്നി സെബാസ്റ്റ്യൻ എന്നിവരുടെ ഗെയിം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അനുമോൾ വളരെ ഇമോഷണൽ ആകുന്നു എന്നുള്ള വിമർശനവും സോഷ്യൽ മീഡിയയിലുണ്ട്. ബിൻസി, ശൈത്യ തുടങ്ങിയ മത്സരാർത്ഥികൾ വലിയ തോതിൽ ഇതുവരെ ചർച്ചയായിട്ടില്ല.